ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമപ്രവർത്തകരോട് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്: വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായ വിവാദത്തിൽ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? മാധ്യമപ്രവർത്തകർ അതിന് മറുപടി പറയണം എന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. കാരണം എന്താ? ഈ വിവാദം ഒരു മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതിനു പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട് എന്നും അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അത് വെറും സംശയമൊന്നുമല്ല കേട്ടോ. ആ ഗൂഢാലോചന സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായ വിവരമുണ്ട്. പക്ഷേ എവിടെ നിന്നാണ് ഈ ഗൂഢാലോചന ആസൂത്രണം ചെയ്യപ്പെട്ടത്? ആരാണ് ആ ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും തുറന്നു പറയാൻ സതീശൻ തയ്യാറല്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് വെളിപ്പെടുത്താതിരിക്കുന്നത്? നോക്കൂ, പ്രതിപക്ഷമാണ് ഈ ഗൂഢാലോചന നടത്തിയത് എന്ന് നമ്മൾ വെറുതെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സതീശൻ അത് തുറന്നു പറയുമായിരുന്നല്ലോ. ഇന്നിപ്പോൾ ജൂൺ 5-ാം തീയതി ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയെക്കുറിച്ച് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിഴിഞ്ഞത്തു വരും MSC ടെർമിനൽ, അതായിരുന്നു ദേശാഭിമാനിയിലെ വാർത്ത. ജൂൺ 5-ാം തീയതിയാണ് ദേശാഭിമാനി ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. ജൂൺ 11-ാം തീയതിയാണ് പുതിയ സർക്കാരിന്റെ പുതിയ MD വിഴിഞ്ഞത്ത് ചാർജ് എടുക്കുന്നത്. അതിനു മുമ്പ് ഈ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടു. എന്താണ് അതിന്റെ സോഴ്സ്? കഴിഞ്ഞ ഗവൺമെന്റ് ആണ് ദേശാഭിമാനിയുടെ സോഴ്സ്. അതുകൊണ്ട് കഴിഞ്ഞ സർക്കാരിന് ഈ ഓഹരി കൈമാറ്റ വിവരം അറിയാമായിരുന്നു. അതുകൊണ്ടാണെന്നേ മറ്റൊരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത ദേശാഭിമാനിക്ക് കിട്ടിയത്. ഇതാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ വസ്തുതയ്ക്ക് നിരക്കാത്തൊരു കാര്യമാണ് കേട്ടോ ഇന്ന് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് ദേശാഭിമാനിയല്ല ആദ്യമായിട്ട് ഈ വാർത്ത പുറത്തുവിടുന്നത്. അതൊരു ദേശീയ ദിനപത്രമായിരുന്നു. ആ പത്രത്തിന്റെ പേര് ഇക്കണോമിക് ടൈംസ് എന്നാണ്. ആ പത്രം ജൂൺ 1-ാം തീയതി പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുണ്ട് കേട്ടോ. ആ വാർത്തയുടെ തലക്കെട്ടെന്ന് പറയുന്നത് അദാനി പോർട്സ് ഇൻ ടോക്സ് ടു സെൽ സ്റ്റേക്ക് ഇൻ വിഴിഞ്ഞം ടു MSC എന്നാണ്. അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി അദാനി പോർട്ടിന്റെ ഉടമസ്ഥർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഓഹരി കൈമാറാൻ. ഇതായിരുന്നു ദേശീയ ദിനപത്രമായ ഇക്കണോമിക് ടൈംസിന്റെ തലക്കെട്ട്. ഇനിയിപ്പോ ദേശീയ ദിനപത്രം മാറ്റിവെക്കാം, സംസ്ഥാനത്തെ ദിനപത്രമാണല്ലോ മാതൃഭൂമി ജൂൺ 3-ാം തീയതി ഇതേ വാർത്ത തന്നെ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി തലക്കെട്ടായി തന്നെ ക്യാരി ചെയ്തിട്ടുണ്ട്. നോക്കൂ, ആ വാർത്ത ഇങ്ങനെയാണ്: അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ. മാതൃഭൂമിയിൽ ജൂൺ 3-ാം തീയതി പ്രസിദ്ധീകരിച്ച വാർത്തയാണ്. അതും കഴിഞ്ഞാണ് ജൂൺ 5-ാം തീയതി ദേശാഭിമാനി ഈ വാർത്ത പുറത്തുവിടുന്നത്. അപ്പോൾ സതീശൻ വസ്തുതകൾക്ക് നിരക്കാത്തൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഫാക്ട് ചെക്ക് ഒക്കെ നടത്തി വസ്തുതകൾ തന്നെയാണോ എന്ന് പഠിച്ചതിന് ശേഷം വന്ന് കാര്യങ്ങൾ പറയുന്നതാണ് നല്ലത് എന്ന് സർജിക്കൽ സ്ട്രൈക്കിന് ഒരു അഭിപ്രായമുണ്ട്. ഏതായാലും സതീശന്റെ ആദ്യത്തെ ഗൂഢാലോചനാ സിദ്ധാന്തം ഏതാണ്ട് പൊളിയുന്നതാണ് നമ്മൾ കണ്ടത്.